മനോജേ ശരത്തെ നിങ്ങളിപ്പോൾ നാട്ടിലെത്തിയേ? 2 ദിവസമായി. അതെയോ? എന്താ പരിപാടി? ഷെയറാക്കിയാലോ? ഇവിടെ നാരങ്ങ വെള്ളം കുടിക്കാൻ പൈസയില്ല. ഇനി തിരിച്ചു വണ്ടിക്കിലായിരുന്നു കടം വാങ്ങണം. കുറേ ദിവസം ലീവ് ഉണ്ടോ? എപ്പോൾ തിരിച്ചു കൊണ്ട്? ഇല്ലടാ, 3-4 ദിവസമേ ഉള്ളൂ. തിങ്കളാഴ്ച എന്തായാലും തിരിച്ചു പോകണം. 3-4 ദിവസം ഉണ്ടോ? നമുക്കൊരു ടൂർ പോയാലോ? ആയേ, ടൂറിൻ്റെ കാര്യം നീ മിണ്ടിപ്പോറ്. കഴിഞ്ഞത്തോടു കൂടി ടൂർ പോക്കാൻ മതിയാക്കി. അതിനെന്തിനാ പറഞ്ഞിട്ട് ഞങ്ങൾ ചൂടാന്ന്? അതേടെ ശരത്തെ, ഇതെന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? എൻ്റെ മോനെ, കഴിഞ്ഞ ലോനൊരു പണി തന്നിട്ട് ഇക്കൊല്ലേറ്റ പണി എനിക്ക് തീർന്നിട്ടില്ല. അതെന്താടോ 1 കൊല്ലമായിട്ടും തീരാത്ത പണി? അത് നിനക്കറിയില്ല, ഓനറിയാത്. അതെന്താ അനീഷേട്ടാ? നിനക്കറിയില്ല അല്ലേ? നീ കേൾക്കണം. കഴിഞ്ഞ ലേലസ് ഈ സമയത്ത് 2000 രൂപ കുറിവെക്കാനാണ് ഞാൻ തെണ്ടി തിരിഞ്ഞ് നടക്കായിരുന്നു. എന്നാലും ദൈവദൂതന പരിവം വന്നിട്ട് 2000 എനിക്കൊന്ന് സഹായിച്ചടാ. അത് നല്ല കാര്യമല്ലേ? അത് നല്ല കാര്യമാണ്. അത് കഴിഞ്ഞ് തെണ്ടി എന്നോട് ചോദിച്ചു നമുക്ക് ടൂർ പോയാലോ, ലീവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഒന്നുമില്ലടാ, ഞാൻ എങ്ങനെ വരാനാന്ന്. അതൊന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു. അങ്ങനെ പറഞ്ഞു. ഇത്രയും നല്ല ചങ്ങായി ഞങ്ങൾക്ക് എവിടെ കിട്ടും? അതേടാ, ഞാനും വിചാരിച്ചു ഇത്രയും നല്ല തങ്കപ്പെട്ട കൂട്ടുകാരനെ കിട്ടിയല്ലോ, സന്തോഷിച്ച് ഞാനും. പിന്നല്ലേ എനിക്കിൻ്റെ ചതി മനസ്സിലായി. 2000 രൂപ കുറിയടക്കാൻ തന്നു, ടൂറിനും ഫ്രീ ആയിട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇതിൽ ചതി എന്നാ നിങ്ങൾ പറയുന്നത്? സംഭവം ശരിയാ, കുണു മണാലി പോയിന്നുള്ളത് ശരിയാണ്. കുണു മനാലി അല്ല, കുണു മലാലി. കുളു മണാലി. ഏതായാലും ആ സ്ഥലത്ത് പോയി വന്നു. വന്നിട്ട് നാട്ടിലെത്തിയോടെ ഈ ചെങ്ങായിനോട് പറയാ 2000 രൂപ വെച്ച് എല്ലാ തിങ്കളാഴ്ച അടക്കണം. ആ പലിശക്കാരൻ അണ്ണാച്ചിലേക്ക് 25,000 രൂപ വായ്പ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെറും 2000 രൂപ കടമുള്ള ഞാൻ 25,000 രൂപ കടക്കാരനായി. ഇങ്ങനെയുള്ള ഇവനെ പിന്നെ ഞാൻ വേണ്ടേ പൂവിട്ട് പൂജിക്കണം. ഓർത്തണേ ഓൻ്റെ ഒരു ടൂറ് നിൽക്കടാ.